എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നേരത്തെ എന്തിനാ എന്നെ വിളിച്ചെണീപ്പിച്ചേ? കണി കാണാൻ നല്ല സമയം വെളുപ്പിനെ അമ്മേ. കണിയോ? എന്ത് കണി? നമ്മുടെ വീട്ടിലെ ഒരു മത്സരം നടക്കുന്നുണ്ടല്ലോ, പ്രിയങ്കയും കൽപ്പനയും തമ്മില്. അതില് ഒരു ദിവസം കൽപ്പന ജയിച്ചു, ഒരു ദിവസം പ്രിയങ്കയും. ഇന്നിനി ആരാ ജയിക്കാൻ പോകുന്നെന്ന് എടുത്തിക്കറിയാമോ? ഇവിടിപ്പോ അതന്വേഷിക്കലല്ല എന്റെ ജോലി. എന്ന് ഞാൻ പറയാം. ഇന്ന് പ്രിയങ്ക ജയിക്കും, കൽപ്പന തോക്കും. അതിന്റെ കാരണം എന്താന്ന് കൂടി അമ്മ ചോദിക്കും. അമ്മേ, പ്രിയങ്കയ്ക്ക് ഇന്ന് പാചക. ദേ, അവൾക്ക് പകരം ആരാ പാചകം ചെയ്തോണ്ടിരിക്കുന്നെന്ന് അറിയോ? ആ രാധിക. അമ്മേ, അത് തെറ്റല്ലേ? മത്സരത്തിനോടുള്ള ചതിയല്ലേ അത്? ശരി, മത്സരത്തിനോട് വേണ്ട, നമ്മളെ ചതിക്കല്ലേ അവര്? ദേ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ, പ്രിയങ്കയോടൊപ്പം രാധിക അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമ്മയും ബാക്കിയുള്ളവരെ വിളിച്ച് ഞാനത് പറയും. ഈ മത്സരത്തിൽ പ്രിയങ്ക തോറ്റതായിട്ടും പറയും. അതല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ രണ്ടുപേരും കൂടി അനുഭവിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മ വാ വാ. കറിവേപ്പിലല്ലോ. അതെ, വീടിന്റെ പുറകിൽ നിൽപ്പുണ്ട്. നീ പോയി എടുത്തിട്ട് വരുമോ? പിന്നെ ഞാനിപ്പോ എടുക്കാൻ പോവാൻ പോവല്ലേ. അവിടെ വല്ല പാമ്പും പഴുതാരയൊക്കെ കാണും. കറിവേപ്പില ഇട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നീ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഞാനേ ഒരു ജോലി ഏൽപ്പിച്ച അത് കൃത്യമായിട്ട് ചെയ്യണം. പോയി എടുത്തോണ്ട് വന്നാ മതി. അതെ, അപ്പോഴേക്കും ഇവിടെ ഭൂകമ്പം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് വരാം. അതെ, അയാള് തനിച്ചാ പോയിരിക്കുന്നേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നീ ഇത് പൊളിച്ചേ അടങ്ങും. മര്യാദക്ക് നിക്കടാ അവിടെ. എടാ, ഭൂതനകളെ ചതിച്ചല്ലോ. എന്റെ ദൈവമേ, എല്ലാം കുളവായെന്ന് തോന്നേ.